ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതായത് പർസുവിനെ കണ്ണ് തെറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്മായിനെ കുളിച്ച് കുട്ടപ്പിയാക്കി. ആ ലിപ്സ്റ്റിക് ഇട്ടൊന്ന് കാണിച്ചോ. ഓള് ലിപ്സ്റ്റിക് ഒന്നും ഇടലില്ല. ഓള് നല്ല സുന്ദരി കുട്ടി. ഞങ്ങളെ പോലല്ല, ലിപ്സ്റ്റിക് ഒന്നും ഞങ്ങൾക്ക് ഹറാമാണെന്ന്. അപ്പൊ കണ്ണ് തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് വേറെ രണ്ടാളെ ഇവിടെ ഞങ്ങൾ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. അല്ലപ്പോ ഉമ്മ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്, അതായത് അന്നൂസിന്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ ഇങ്ങോട്ടേക്ക് വന്നില്ല. അന്ന് നമ്മൾ സർജറിക്ക് പോയ ആ പോക്കാണ് ഉമ്മ. എന്നിട്ട് ഇന്നലാണ് ഉമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇന്നലെ വന്നപ്പോ എന്തൊക്കെയാണ് കൊണ്ടുതന്നത്? KFC കൊണ്ടുവന്നു, മന്തി ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ പൊക്കാത്ത വായക്ക കോഴിമുട്ട എല്ലാം കൊണ്ടുവന്നു. എനിക്ക് ഇന്നെ സൂചിപ്പിക്കാൻ കൊണ്ടുവന്നത്. കുറെ ദിവസത്തിന് ഉദ്ദേശം വന്നതല്ല എനിക്കുണ്ട്. പക്ഷെ ഇമ്മ മുന്നിൽ വന്ന് കുത്തിരിക്കുന്ന ഉമ്മക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. അതായത് ആരുടെ മുപ്പര പേരെന്തായും അയാളെ പേര് പറയുമ്പോ പേടി. അതൊന്നും നമ്മൾ പറയുന്നത് സുലൈമാൻ എന്താണ് ഓന് ഇവിടെ കളിക്കാൻ ആളെ കിട്ടിയ ഇങ്ങോട്ടാ. അപ്പൊ അത് അങ്ങക്ക് അറിയാം, ജൂത്താന്റെ വ്ളോഗിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മള് പറയാം, ഞാൻ അന്നൂസിന്റെ അനിയത്തിയാണ്. അതല്ലാതെ അനിയനാന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അത് അനിയത്തിയാണ്, നന്നൂന്നാണ്, റിവാനാണ് ഞാൻ. പിന്നെ അതായത് ആ തൽക്ക കുത്തിരിക്കുന്ന താത്തന്റെ ഈ നടുവ് കുത്തിരിക്കുന്ന താത്തന്റെ ഏകദേശം ഫേസ് കട്ട് ഒരേപോലെ ആ താത്തന്റെ മക്കള് തന്നെയാണ് ഇത് രണ്ടും. ഓക്കെ. പിന്നെ ഈ ഈ മഞ്ഞ ടൗസർ ഇട്ട സുലൈമാനെ കണ്ടില്ലേ? അതും ഇവിടുത്തെ ചെറിയ സുലൈമാനെ കണ്ടില്ലേ? ഏകദേശം സെയിം. അത് ഏട്ടനും അനിയനും ആയിട്ടൊക്കെ വരും. അതല്ല, ജൂത്താത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ട് അന്നൂസ് ആരാന്ന്, നെഞ്ഞു ആരാന്ന്, മാമന്റെ മക്കളാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാരും മടുത്തിക്കണ്. അതിനെക്കൊണ്ട് പറഞ്ഞ തന്നെ 100 വട്ടം പറയേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെയും വീഡിയോസ് ഇടാതെ. അപ്പൊ ആരോന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലോണം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരാ, എന്നാലും വലിയ പ്രശ്നമില്ല. എത്ര വീഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോഴെ കാണിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇത് ഞങ്ങളെ മാമന്റെ മോളാണ്, ഇത് ഞങ്ങളെ മാമന്റെ മോളാന്ന് ഇങ്ങനെ പറയും. കൊടുക്കേ, അതാ ഇവിടെ കച്ചറാണ്. കൊടുക്കേ, ബബിൾഗം ആണോ? ആ എന്നാ വാ. അതൊന്നും ഇവിടെ ഏസമാട്ടെ. എടുത്തോ, മോൻ എടുത്തോ, തത്തമ്മൻ എടുത്തോ. അവിടെ കച്ചറാണ് രണ്ടാം കൂടി. ബാബക്ക് ഇപ്പം തരൂല. അപ്പൊ നമ്മള് പറഞ്ഞില്ലേ, നന്നൂസ് മാമന്റെ മോള് അമ്മ എല്ലാരും ഒരുമിച്ചാണ് നിക്കല്. അതിനെക്കൊണ്ടാണ് നന്നൂസിനെ അമ്മ അധികം കൊണ്ടെടുക്കല്. കാരണം അന്നൂസ് നമ്മളെ വീട്ടില് വളർന്ന കുട്ടിയാണല്ലോ. അതിനെക്കൊണ്ടാണ് അമ്മ എപ്പോഴും അന്നൂസിന് തന്നെയാണ് എപ്പോഴും എല്ലായിടത്തും കൊണ്ടുപോകും. കാരണം നമ്മളെ രണ്ടാളും ഇപ്പൊ ഇല്ല വീട്ടില്, നമ്മളെ രണ്ടാളും കെട്ടിച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ ഉമ്മാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും കൊണ്ട് നടക്കലും എല്ലാം. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 26-ാം തീയതി സ്കൂളില്ല, നാളെ സ്കൂളില്ല, എന്തോ ഒരു ഇതുണ്ട്. അല്ല, നാളെ ശനിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, റിപ്പബ്ലിക് ഡേ ആണല്ലോ. അതിനെക്കൊണ്ടാണ് ഒരു പബ്ലിക്കത്തിന് വേണ്ടി ഇവിടെ കച്ചറാണ്. ഉമ്മന്റെ ബാഗിൽ മിഠായി ഒന്ന് നോട്ടും കെട്ട് പൊന്തി വിട്ട വീഡിയോയില് കണ്ട് കള്ളന്മാരൊക്കെ 1000 നോട്ടുണ്ട്. രണ്ടാൾ സുലൈമാൻ നിക്കണൊക്കെ ഇപ്പം കിട്ടും. 2 പഞ്ച് തിന്ന് ഐസു ആ കഴിഞ്ഞ കൊടുത്തേക്ക് ചമച്ചാള് പൊട്ടിച്ചാള്. അപ്പൊ അന്നൂസ നമുക്ക് എങ്ങനെ ഉണ്ട്? സുഖാണോ? അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പൊ വേദനകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഓൾക്ക് സ്റ്റിച്ച് ഇട്ടില്ല അവിടെ. അതിനെക്കൊണ്ട് അത് താനെ അടിയുന്ന ചെറിയ മക്കൾക്ക് സ്റ്റിച്ച് ഇടലില്ലല്ലോ. ചെറിയ മക്കൾക്ക് സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല, അത് താനെ ഉണങ്ങുന്നാണ് പറഞ്ഞത്. അപ്പൊ ഓൾക്ക് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. ഇപ്പൊ ഉമ്മ വീട്ടിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇമ്മാണ് എല്ലാ കാര്യങ്ങളും ഓളത് നോക്കുന്നുണ്ട്. അതായത് ഡ്രസ് ചെയ്യുന്ന ഉമ്മല്ലോ, അതായത് ഡ്രസ് ചെയ്യുന്ന വേറെ ഹോസ്പിറ്റലിലെ നഴ്സാണ്. അല്ല, ഇപ്പം ഡ്രസ് ചെയ്യുന്ന ഉമ്മാണ്. ഇപ്പൊ വീട്ടിലേക്കാക്കി അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണോ? പിടിച്ചോണ്ട് പോകും പോലീസ്. ഒരാള് വിക്സ് മുട്ടായി എക്സ്പ്രഷൻ ഇവിടെ ടൗസർ മുപ്പായ ഇട്ടിട്ട് ലാസ്റ്റ് ഞങ്ങക്ക് മീശയൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ആണാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നമ്മള് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ നസീർക്കാന്നൊന്നും ഓനെ വിളിക്കുക, അയാളെ വിളിക്കാനൊന്നും പറ്റൂല. എല്ലാരും റീച്ചിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അയാള് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. അയാൾ പിന്നെ എല്ലാരും കുറ്റം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എല്ലാരും യൂട്യൂബിൽ അതല്ല വിറ്റ് മൂപ്പര വീഡിയോസ് കണ്ടിട്ട് കമന്റ്സ് ഫുള്ള് നമ്മളെല്ലാവരും മാഷാഅല്ലാഹ് നിങ്ങൾ എന്തിനു. അല്ല, ഒരു ദിവസം എന്റെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ആ മാഷാഅല്ലാഹ് എനിക്കിത് എവിടുന്നാണ് ഇപ്പൊ മാഷാഅല്ലാഹ് പെട്ടെന്ന്
പൊട്ടി മുളിച്ചത്. മാഷാള്ളക്ക് നെഗറ്റീവായിട്ട് പറയാൻ കുറെ ആൾക്കാർ ഇതിനൊക്കെ മാഷാല്ലാന്ന് പറയാൻ പറ്റുമോന്ന് ഇതന്നെ കുറെ മെസ്സേജ്. എനിക്ക് എന്താ ഇപ്പൊ സംഭവം, ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് അങ്ങനെ കമന്റ് അങ്ങനെ വരുത്തില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് എന്താ പറയാ സ്ക്രോൾ ചെയ്ത് കുറെ വീഡിയോസ് ഉണ്ടപ്പോ ഇയാളെ വീഡിയോ എനിക്ക് ഇങ്ങനെ വന്നുപോയി. അപ്പൊ ഞാൻ അതിലുള്ള കമന്റ് വായിച്ചപ്പോഴാണ് അയാൾ അതിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാരെല്ലാം കൂടി നമ്മളതിലൊക്കെ വന്നിട്ട്, അതായത് അത്യാവശ്യം മുസ്ലിം വ്ളോഗേഴ്സിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ കമന്റ് ഇടാൻ തുടങ്ങി. അയാൾക്ക് ഇപ്പൊ യൂട്യൂബ് കുത്തിരിഞ്ഞാൽ അയാൾക്കും പൈസ കിട്ടൂല. അയാൾ ഭയങ്കര, എനിക്ക് അൻസിഫ് മോനിക്കല്ലേ, അൻസിഫ്ക്ക് അതില് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാനും കുറെ അയാളും എന്തൊക്കെ ഒരു വൃത്തിയായിട്ട് പിന്നെ നമുക്ക് പറയാൻ മാത്രമുള്ള ഇല്ല മൂപ്പരപാടായിട്ട് പിന്നെ ആരും മൈൻഡ് വെക്കാനില്ല. അങ്ങനത്തെ ആൾക്കാരെ മൈൻഡ് നമുക്ക് ഭയങ്കര പേടി. അയാളെന്തോ പോലീസ് ഇട്ടാണ് പിടിച്ച് വീങ്ങും നമ്മളെ. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. നമ്മളെന്തിനാ അയാളെ പേടിക്കേണ്ട ആവശ്യം? നമ്മളെന്തോ ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അടുക്കളയെ കൊണ്ടുവന്ന് സ്ക്രീനിൽ കുട്ടികളൊക്കെ ഇട്ട് 2 കുലുക്കൊക്കെ കുലുക്കും. ഇന്ന് അയാളെ വീഡിയോസ് ഇങ്ങനെ കണ്ടുവന്നിരിക്കും. അയാൾ അങ്ങനെ പറയും, അയാൾ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞ അയാളും ആ റീച്ചിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങി. അയാൾ പിന്നെ അതിലെന്തോ നിധിയായിട്ട് അയാൾക്ക് വേറെ എന്തോ പോയിട്ട് എന്തോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. അന്നോടാരെ വിക്സ് ഗുളിക കുടിക്കാൻ പറഞ്ഞേ. അപ്പൊ അയാൾ നമ്മള് വലിയ ആളാക്കി വെക്കേണ്ട ആവശ്യമൊന്നും. അയാളെ പാടായിട്ട് പൊയ്ക്കോട്ടെ. അടി ഇവിടെ അടി. കഴിഞ്ഞ പ്രാവശ്യം ഞാന് എന്താ പറയാ പാനിപ്പൂരി തിന്നാണ്. അപ്പൊ ഉമ്മ എനിക്ക് എന്താ ഇന്നെ കൊണ്ടുപോവാഞ്ഞാണ്. അപ്പൊ ഉമ്മ അതിന് മുന്നേ പാനിപ്പൂരി ഒക്കെ തിന്നാൻ ഇവിടെ KMC എടുത്ത് അടിപൊളി പാനിപ്പൂരി ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം പോയിട്ട് പാനിപ്പൂരി ഒക്കെ തിന്നണം. അങ്ങനെ അറിഞ്ഞില്ല എന്നോട്. കീരിയും പാമ്പുമാണ്. ഒരാള് നല്ലോണം നിൽക്കുന്ന ഒരാൾക്ക് കണ്ടിടും. ഇപ്പൊ സുലൈമാൻ പോയി സുലൈമാൻ എങ്ങനെയാണ് ഒരു സാധനം എടുക്കാൻ സമ്മതിക്കൂല. അവന്റെ അതൊന്നും ആരും തൊടാൻ സമ്മതിക്കൂല. പക്ഷെ ഓനിക്ക് ഒന്നും കളിക്കാനും വേണ്ട. പക്ഷെ ഒരാൾ ഓൻ്റെ കളിക്കുന്ന അപ്പൊ ഓനിക്ക് അത് വേണം തന്നെ. അതാണ് പ്രശ്നം. ഇന്നലെ ഇവിടെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായി നമ്മളെ ഇന്നലാണ് ഇവിടെ കൂടിയെന്നിട്ട്. കാരണം അമ്മ അതിന് കറണ്ടും ഇല്ല, ഇവിടെ വോൾട്ടേജ് ഒന്നിലായിട്ട്. ഇപ്പൊ എന്ത് കച്ചറേനോ ഞാനോ ഐസും കൂടി അപ്പൊ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായി നമ്മൾ ഇന്നലാണ് ഇവിടെ ഉണ്ടായി. പക്ഷെ അടുത്തുള്ളവരെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. കാരണം നമ്മളെ ഒച്ച അനക്കൊന്നും കേൾക്കൂല. ഇന്നലാണ് ഇവിടെ ഫുള്ള് കളി ചിരി എല്ലാം ബഹളായിരുന്നു. ഇവള് തരുമ്പോഴാട്ടോ. ഇപ്പൊ ഓള് പിന്നെ സൈലന്റ് ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ സൈലന്റ് ആയി പോയതാണ്. ഇത് എന്താ പറയാ, ഇതിന് തകരാറ് വന്നപ്പോ സൈലന്റ് ആയി. ആദ്യം നിന്നോട് കല്ലെടുത്തൊക്കെ വേറെ കിട്ടി. അളിയാസിക്കാക്കന്റെ ബാസിക്കാക്കന്റെ പിന്നാലെ ഇവളൊരു പ്രായത്തില് കല്ലെടുത്ത് ഓടും. ഒരു 3 കൊല്ലമായിട്ടോ 2 എപ്പോഴല്ലേ പെട്ടെന്ന് നെൽപ്പം വെച്ചത്. അതിലേക്ക് അളിയാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വലിയ ആളായിപ്പോ മിണ്ടാണ്ട് കുത്തിയിരിക്കാണ്. വലിയ ആളായിട്ടൊന്നും ഇല്ല, ചെറിയ മോളെ 9 വയസ്സായിട്ടേ ഉള്ളൂ. 9 വയസ്സല്ലേ അമ്മ? 3 കൊല്ലം മുന്നേ 9. ഇപ്പൊ എത്ര 9 3 എത്ര അനുസ 9 3 എത്ര 12 ഞാൻ കണക്ക് കൂട്ടിയതാ. ഇവിടെ ഞാൻ കൈ ഒരു കൊലയിലുള്ളത് അത് ഇങ്ങനെ ഉണ്ടാവും. അങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതപ്പോ ഇന്നെന്താ 9 കഴിയാനേ വരല് കഴിഞ്ഞു. എല്ലാ കപ്പൊന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ ഒന്നും ഇങ്ങോട്ട് വരുന്ന ലത്തീഫ് ഖാൻ അറിയും. മുപ്പരാൾ ഇന്ന് എന്തായാലും ഇങ്ങോട്ട് വരുന്നു. കൊറേ ആയി മെസ്സേജ് അയക്കുന്നത്. എന്തായാലും നിങ്ങളെ വീട്ടിലേക്ക് ഇതായിട്ട് വന്നില്ല, കൊടുവള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. പള്ളിയിൽ നിന്ന് ഇവിടുന്നൊക്കെ പോകുന്നൊക്കെയാണ് പറയുമ്പോൾ താമരശ്ശേരി, അത് താമരശ്ശേരി തലശ്ശേരി എന്നാണ് കേട്ടോ വരുന്നത്. കണ്ണൂര് തലശ്ശേരി എന്നാണ് വരുന്നത്. അപ്പൊ ഇതിന് മുന്നേ മോളെ വയറ്റുള്ള സമയത്തല്ലേ വന്നീനെ ആണോ? മോളെ വയറ്റുള്ള സമയത്ത് വന്നതാണ്. ഇന്നിപ്പോ ഒന്ന് ഇങ്ങോട്ടേക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വരും. എനിക്ക് കടുക്ക് എന്തൊക്കെ അന്നൊക്കെ പറയട്ടോ കടക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നു. ഇനി എന്താന്ന് അറിയില്ല കേട്ടോ. അന്നപ്പോ ഒരാളെ നമ്മള് കാണിച്ചിട്ടുണ്ട്. ആളെ കാണിച്ചിട്ടുണ്ട്. ആള് ഭയങ്കര നമ്മളെ ഇന്ത്യൻ ചൂട്ടാത്തന്റെ ഒക്കെ ഭയങ്കര യൂട്യൂബ് കാണുന്ന ആളാണ്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അപ്പൊ എന്നോട് സെൻഡ് ചെയ്യുന്ന അറിയും. ഞാൻ അയച്ചൊക്കെ കൊടുക്കും. ചില തിരക്കിലൊക്കെ ആകുമ്പോ അയച്ചൊന്നും കൊടുക്കില്ല. പിന്നെ തിരക്കൊക്കെ ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പൊ ആൾക്കാർക്ക് ചടുപ്പാവോന്ന് അറിയില്ല. നിങ്ങളെ കച്ചറ ഉണ്ടാക്കുന്ന എനിക്ക് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ഉമ്മ നല്ല വിശേഷം. പിന്നെ ഞങ്ങളെ അമ്മായിന്റെ സൂക്കേട് മാറിയ ചെലവ്, പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ വരുന്ന ചെലവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് തൊണ്ടിന്റെ സ്പെഷ്യൽ പാനിപൂരി കഴിക്കാൻ പോകുന്ന വേറൊരു ചെലവ്. ഉമ്മക്കൊരു നിക് നെയിം ആശിക്കാക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല.
അന്നപ്പോ ഇന്ന് അതൊക്കെയാണ്. പക്ഷെ ഇന്നലെ മന്തിയും KFC ഒക്കെ തിന്നിട്ട് ഇന്നൊരു വെറുംചോറ് ചോറ് തിന്നാനാ പോയി. പക്ഷെ ഞാൻ 2 ദിവസം ഇവിടെ ചോറ് വെച്ചിട്ട് 2 ദിവസം മന്തി തന്നെയാണ്. ആശിക്കാക്ക് അവിടെ 90 റുപ്യക്ക് മന്തി കിട്ടും. നല്ല അടിപൊളി അവർക്കുണ്ടല്ലേ, നല്ല അടിപൊളി മന്തിന്റെ അവസ്ഥ. ഇവിടെ ലാലിഞ്ചറ നിലങ്ങൾ വാങ്ങിയ അമ്പലക്കണ്ടിൽ നല്ല 90 റുപ്യക്ക് നല്ല അടിപൊളി മന്തി ഉണ്ട്. ഒരാൾക്കുള്ള നമ്മള് 2 ആൾക്കും കൂടി വാങ്ങും. 2 പീസ് മന്തിന്റെ അതും ഉണ്ടാവും, ചിക്കനും ഉണ്ടാവും, നല്ല അടിപൊളി റൈസും ഒക്കെ. അന്നപ്പോ ഇന്ന് എന്തായാലും ചോറ് വെക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും മീൻ എന്താ ഉള്ളത്, കണേന് മീനുണ്ട്, അത് കറി വെക്കണം. അതിന് തേങ്ങ അരച്ച് വെച്ചാലോ, മുളിയാറ് വെക്കേണ്ടി. മുളിയാറ് എന്നൊക്കെയാണ് നമ്മള് പറയുന്നത്. അത് മുളകിട്ട കറി എന്നാണ് നമ്മള് മുളിയാറ് എന്നാണ് പറയല് കേട്ടോ. അല്ലെ ഞാൻ മുളകിട്ട് നിങ്ങളെ വലിയ ചെയ്ത പണി ഉണ്ടീനോ, ഉരുളക്കേ മുളകിട്ട് മെഞ്ഞാന്ന് വെച്ച മത്തിക്കറിയിൽ സാമ്പാർ പൊടി ഇട്ടാളാ. ഞാൻ സാമ്പാർ പൊടി ഒന്നും ഇട്ടില്ല, വെറുതെ വരുമ്പോ മോളും ഉരുളക്കേങ്ങ് 2 ഉരുളക്കേങ്ങ് അതിൽ വെറുതെ കിട്ടി. എന്താണ് എന്നപ്പോ നമ്മക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കല്ലേ. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ മന്തിയൊക്കെ ബാക്കി. ഇന്ന് ഞങ്ങൾ രാവിലെ മന്തിയൊക്കെയാണ് കഴിച്ചത്. അപ്പൊ ഉമ്മ ഫുള്ള് അടിച്ചൊക്കെ വാരി ക്ഷീണിച്ചു. ഞാൻ 4 ദിവസം കഴിഞ്ഞ വ്ലോഗിന്റെ സമയത്ത് അടിച്ചു വാരിയതാ. പിന്നെ ഇന്നാണ് അടിച്ചായിരുന്നു. ഉമ്മാണ് ഫുള്ള് അടിച്ചാല് തീയൊക്കെ വെച്ചിരുമ്മാണ് വെച്ച് എല്ലാം സൂപ്പർ ആക്കി. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ ഒക്കെ വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് ഫർസു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മളെ സബ്സ്ക്രൈബർ കം നമ്മളെ ഫ്രണ്ടും കൂടിയാണ്. വെറും ഒരു സബ്സ്ക്രൈബർ മാത്രല്ല, അതായത് കണ്ണൂര് സ്പെഷ്യൽ കടികൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് ഫർസു തിന്നാൻ വേണ്ടിട്ട് കുറെ ഇവിടെ ബാക്കി ബാലൻസ് എടുത്തിട്ടുണ്ട്. ഉമ്മ ഉണ്ടാക്കിയ ഉന്നക്കായാണ്. പിന്നെ എനിക്ക് വേറൊരു സാധനം കൂടി കൊണ്ടുതന്നെ ഞാൻ തിന്നാത്തൊരു സാധനമാണ്. ഇതാണ് ലേഹിയാണ്. ഇത് ഓർഡർ ചെയ്താല് ഓരോ വീട്ടിലുണ്ടാക്കുന്ന ലേഹില്ലേ, ഷോപ്പിലും കിട്ടും അല്ലേ. അന്നപ്പോ അങ്ങനെ ലത്തീഫ്ക്ക എനിക്ക് തടിയൊക്കെ നന്നാവാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഞങ്ങള് ഫർസുവിനെ തട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ അടിക്കും. ഫാസിക്കാക്ക് കഴിക്കാൻ പറ്റുമോ? ആണുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വേറെയും കൊണ്ട് തിരിഞ്ഞിരുന്നാല് ഞാൻ ഏതായാലും നെയ്യത്ത് വെച്ചിട്ടുണ്ട് തടിക്കാൻ വേണ്ടിട്ട്. ഒച്ചപ്പാട് കേട്ടിട്ട് എണീറ്റതാ. ഇനിയിപ്പോ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അസികാക്കി ലത്തീഫ്ക്ക് പള്ളിക്ക് പോവാണ്. പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. സുലൈമാന്റെ കേസ് വെറുതെ കരിയ ലത്തീഫ്ക്ക വന്ന് പോയിട്ട്. അപ്പം ഇപ്പഴാണ് നമ്മളെ പണ്ട് മുതലേ ഉള്ള ഒരു സബ്സ്ക്രൈബർ ആണ്. എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് നമ്മളെ വീട്ടിലേക്ക് വന്ന നിർബന്ധമായപ്പോൾ അങ്ങനെ വന്ന് വീടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഐസ്ലിക്ക് വേണ്ടിയിട്ട് 2 പ്രൊഡക്റ്റ് ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങി കേട്ടോ. ഇതാണ് ആ പ്രൊഡക്റ്റ്, തലക്കാണ്. ഇത് കൈമലിട്ടിട്ട് എന്താ പറയാ ഇവിടെ കെടുത്ത ഓളെ ഫീഡ് ചെയ്യുമ്പോഴേ. പിന്നെ ഐസുവിന് ഇത് തലാണിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ, പില്ലോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് പോകുമ്പോൾ എനിക്ക് ഫീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ സാധനം. കാരണം ഇതിട്ട് തലയിൽ കൂടെ ഇട്ടാൽ അല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫീഡ് ചെയ്യാൻ പറ്റും കണ്ടോ. ഒരു നല്ല കാറ്റൊക്കെ കിട്ടും, കുട്ടിക്ക് ചൂടെടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എസിൽ നിൽക്കായൊന്നുമില്ല. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങുക. കാരണം നല്ല കംഫർട്ട് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഫീഡ് ചെയ്യാനും നല്ല ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഡ്രസ്സ് ആരും കാണും. പിന്നെ അതായത് ഞങ്ങളുടെ ചാനലിൽ ഒരു മെഗാ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. എന്താ ഗീവ് അവേ എന്നല്ല അതിന് പറയാ, ഗീവ് ആപ്പ്. ആ കിട്ടിയ സമ്മാനം ഇതാ കിട്ടുന്നത് ഇതിനെ കൊടുക്കും, ഗീവ് അവേ ആയിട്ട് കൊടുക്കും. ഇതിനെ ഗീവ് അവേ കൂടാതെ വെറുതെ വേണമെന്നുണ്ടെങ്കിൽ അമ്മായിനെയും കൊടുക്കും. കൊണ്ടുപോയിക്കോ, 2 കച്ചറാണ് ഇവിടെ. ഗീവ് അവേ കൊടുക്കും. അന്നെ ഞാൻ കൊടുക്കൂട്ടോ, ഗീവ് അവേ കൊടുക്കും, ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. അതപ്പോ ഇത് ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിയപ്പോ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ വലിയ ലിങ്ക് ഒക്കെ, അത് ആവശ്യമുള്ളവര് വലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഉപകാരപ്രദമായ സാധനമാണ്. കാരണം ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര്, കാരണം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാറിലൊക്കെ കുത്തിയിട്ടിട്ട് ഫീഡ് ചെയ്യാനും ആരെങ്കിലും ഒന്ന് കാണുമെന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയ സാധനം. ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറ്റും. അപ്പൊ നല്ലൊരു കംഫർട്ട് ഉള്ള സാധനം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.